ഇതെല്ലാം പഴകിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഇവിടുത്തെ പ്രമുഖമായിട്ടുള്ള ഹോട്ടലുകളിൽ നിന്നും പിടിച്ചെടുത്തിട്ടുള്ള ചീഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഇത് നിങ്ങൾ നോക്കണം. 12 ദിവസം കണ്ടും പഴക്കമുണ്ട് ഈ മീൻകറിക്ക്. അതേപോലെ തന്നെ ഇത് വട്ടുപത്തിരി. വട്ടുപത്തിരി മറ്റേ ഗ്ലാസിനകത്തൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള വട്ടുപത്തിരി, ഈച്ചി ഉറുമ്പെല്ലാം വന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. അത് ഏകദേശം ഒരു 12 ദിവസമോ 13 ദിവസമൊക്കെ പഴക്കം അതിനുണ്ട്. പിന്നെ ഇത് ബീഫ്, അത് ബീഫ്, ചിക്കൻ മറ്റേ ഈ ഇതിന് വേണ്ടിയിട്ട് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. അത് ഒരുപാട് വർഷത്തെ പഴക്കണ്ടാണ് തോന്നുന്നത്. അതങ്ങനെ പിന്നെ ഇതിനകത്തൊക്കെ ഉണ്ട്. ചോറ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ പിടിച്ചെടുത്തിട്ടുള്ള. അപ്പോൾ ഇതൊരു വലിയ നേട്ടമായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും. കാരണം യാതൊരു തരത്തിലുള്ള പരിഗണനയും കൊടുക്കാതെ മിന്നൽ പരിശോധനയിലാണ് ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നമ്മൾ കണ്ടെടുത്തിട്ടുള്ളത്. ഇവരുടെയൊക്കെ ലൈസൻസ്, എല്ലാ കടകളുടെയും ലൈസൻസ് ഞങ്ങൾ കട്ട് ചെയ്ത് കളയും. അതിൽ യാതൊരു തർക്കവുമില്ല. സർ, ഒരു ചോദ്യം. നമ്മള് അത്യാവശ്യ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്രിഡ്ജും ഫ്രീസറും ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഹോട്ടലുകളിലൊക്കെ അലമാര പോലത്തെ ഫ്രിഡ്ജും ഫ്രീസറും ഒക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഉപയോഗിക്കുന്നത്? അതിൽ തന്നെ വ്യക്തമല്ലേ സാർ, ഈ പഴകിയ ഭക്ഷണങ്ങൾ വീണ്ടും വീണ്ടും ചൂടാക്കിയാണ് സെർവ് ചെയ്യുന്നുള്ള കാര്യത്തില്? അതെ. അല്ല, ഇനി മുതൽ അങ്ങനെയുള്ള ഫ്രിഡ്ജുകൾ വെക്കാൻ അനുവാദം ഉണ്ടാവുന്നതല്ല. അത്യാവശ്യം വേണമെങ്കിൽ പാലോ പച്ചക്കറിയോ അവർക്ക് വെക്കാം. അതല്ലാതെ ഈ വലിയ ആന പോലത്തെ ഫ്രിഡ്ജിന്റെ കാര്യം ഹോട്ടലിൽ ഇല്ലല്ലോ. മാത്രമല്ല ഈ ശവപ്പെട്ടി പോലത്തെ വലിയ ഫ്രിഡ്ജ് ഏത് ഹോട്ടലിൽ അടുക്കള കണ്ടാലും അതൊക്കെ ഞങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ ഈ കാണുന്ന ഒരു കാഴ്ചയാണ്, സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് ഈ ഷവർമ. വഴിയോരങ്ങളിൽ റോഡ് സൈഡുകളിലൊക്കെ ഷവർമ വളരെ ഓപ്പൺ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അത് വാഹനങ്ങളുടെ പുകയും അതുപോലെ തന്നെ പൊടിപടലങ്ങളും എല്ലാ വേസ്റ്റുകളും അതിലേക്ക് വന്നടിയാണ്. ഇതിനൊന്നും ഇത്രയും കാലം ഒരു നടപടിയും ആരും എടുത്തിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അല്ല, അതിനിപ്പോ ഷവർമ പ്രത്യേകമായ ഒരു റൂമില് ഉണ്ടാക്കാൻ വേണ്ടി, സേഫ്റ്റി ഉള്ള റൂമിൽ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷവർമ നമ്മുടെ നാട്ടിൽ വന്നിട്ട് വർഷങ്ങളായി, ഇതുവരെ ഒരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല. പക്ഷെ അത് ഈ കഴിക്കുന്ന ആളുകളും അത് ശ്രദ്ധിക്കണമല്ലോ. അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതായത് വലിയ വിദ്യാഭ്യാസമുള്ള ആളുകളാണ് അല്ലെ, അവര് ഈ പൊടിയാർത്ത് കിടക്കുന്ന ഈ എത്രയോ ദിവസങ്ങളായി തൂക്കിയിട്ടുള്ള പോയി ഇങ്ങനെ ചുരണ്ടി അത് തന്നെ വാങ്ങി തിന്നേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് കണ്ണില്ലേ? ഈ വാഹനങ്ങളുടെ പുക അടിക്കുന്ന കണ്ടൂടെ? അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന പൊടി കണ്ടൂടെ? എന്തിനാണ് അത് മേടിച്ച് കഴിക്കുന്നത്? അതൊരു ഉത്തരവാണോ സാർ? അല്ല, ഉത്തരവാദിത്തം ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനും ഏതിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ പഠിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ ആരോഗ്യം നോക്കേണ്ടത് നമ്മുടെയും കൂടെ ഒരു ഉത്തരവാദിത്തമാണ്. ആൾക്കാർ ശ്രദ്ധിക്കണം. ഹോട്ടലുകാരിൽ നിന്ന് നിങ്ങൾ കൃത്യമായിട്ട് പാരിതോഷികം വാങ്ങിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഒരു തരത്തിലുള്ള അന്വേഷണം നടത്താത്തതെന്നുള്ള ആരോപണം ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ അന്വേഷണങ്ങളൊക്കെ നടത്തുന്നതൊക്കെ കണ്ടുപിടിക്കൂ. കൃത്യമായിട്ട് നിങ്ങൾക്ക് മാസപ്പടിയും കൃത്യമായി സ്പെഷ്യൽ ഫുഡുകളും നിങ്ങളെ വീട്ടിൽ എത്തുന്നുണ്ട് എന്നുള്ള ആരോപണം വരെ ഉണ്ട്. വെറുതെ ഇങ്ങനെ അനാവശ്യം പറയാൻ വേണ്ടിട്ട് ഞങ്ങളുടെ സമയം കളയാനില്ല സുഹൃത്തെ. ആരോപണങ്ങൾ അല്ല, അതിലൊന്നും യാതൊരു സത്യമില്ല. ഞങ്ങൾ കൃത്യമായിട്ട് ജോലി ചെയ്യുന്നവരാണെന്നോ ഇതിൽ നിന്ന് തെളിഞ്ഞല്ലോ. നിങ്ങൾ വർഷത്തിലൊരിക്കലും ഇതൊക്കെ ചെയ്യാറുള്ളത് ഇവിടെ വ്യക്തമാണ് സാർ. വർഷത്തിലൊരിക്കൽ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അവർ അലേർട്ട് ആയിരിക്കുമല്ലോ. ഇതുപോലത്തെ മിന്നൽ പരിശോധനകളിലാണ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. മാത്രമല്ല അതിന് മാത്രം സ്റ്റാഫ് ഒന്നും ഇല്ലല്ലോ ഇതിന്. അതെ, ജോലിമാരുള്ള ജോലി തന്നെയാണ്. അതിലൊന്നും യാതൊരു തർക്കമില്ല. അതൊന്നും നിങ്ങൾ ഇനി അല്ലാതും പറഞ്ഞുണ്ടാക്കേണ്ട കാര്യമില്ല. അതെ, അപ്പൊ ഇത്രേ ഉള്ളൂ സാർ. ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ. ഇനി ചോദ്യം ചോദിക്കാനൊന്നും സമയമില്ല. ഈ ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇത്രയും സമയം, ഞങ്ങളുടെ വിലപ്പെട്ട സമയം ഇവിടെ ചെലവാക്കിയത്. അപ്പൊ എല്ലാ സുഹൃത്തുക്കൾക്കും താങ്ക് യു. ഇനി ഞങ്ങൾക്ക് പോകണം. ഇനി ഒരുപാട് പരിശോധന. അതെ, ഇനി ഒരുപാട് ഹോട്ടലുകൾ പൂട്ടിക്കാനുണ്ട് ഞങ്ങൾക്ക്. അങ്ങോട്ട് എന്താ ഇത്ര ഉറക്കം? സാർ വല്ലതും അറിയണുണ്ടോ? ആ വാട്സാപ്പിലൊക്കെ നമ്മളെ പറ്റിയിട്ട് വീണ്ടും തുടങ്ങി ട്രോളും ന്യൂസൊക്കെ. എന്തെന്ന് അറിഞ്ഞില്ലേ? ഇല്ല, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പതിവ് പോലെ എന്തെങ്കിലും സംഭവിച്ച് കഴിയുമ്പോൾ മാത്രം ചാടി ഇറങ്ങി പരിശോധനാ മാമാങ്കം നടത്തുന്ന ഉദ്യോഗസ്ഥർ വീണ്ടും ഉറക്കത്തിൽ. കറക്റ്റാ, ഉറങ്ങാണല്ലോ. ഇനി എന്നാണാവോ ആരെങ്കിലും ചാകുന്നത്? അതുവരെ അവർ ശമ്പളം വാങ്ങട്ടെ. പരിശോധനയിൽ പിടിച്ച ഹോട്ടലുകാർ നിസാര പിഴയടച്ചും പേര് മാറ്റിയും ജനങ്ങളെ കൊല്ലാൻ വീണ്ടും കാത്തിരിക്കുന്നു. എപ്പോഴും മിന്നൽ പരിശോധന നടത്തിയാ നമ്മൾ ഇടുത്ത പണിയാരിയില്. ഗുഡ് മോർണിംഗ് സാറേ. ഇത് എത്ര ദിവസമായി പോയിട്ട്? എങ്ങനെ ഉണ്ടായിരുന്നു ടൂറ്? എന്താ നിങ്ങളൊക്കെ വിളിച്ചാൽ ആരും വന്നില്ലല്ലോ. അല്ല, എങ്ങനെ ഉണ്ടായിരുന്നു ടൂർ? എങ്ങനെ ഉണ്ടായി? എവിടെ പോയത്? വരണ്ടേ, കുളു മണാലി. ഈ റെയ്ഡിന്റെ തിരക്കിന്റെ ഇടയിൽ തൽക്കാലം ഒരു ആശ്വാസം കിട്ടി. നല്ല ആശ്വാസം. എന്താ മഞ്ഞ്, ആ മഞ്ഞിലൊക്കെ ഇങ്ങനെ കിടക്കണം.
ഗംഭീരം തന്നെയല്ലേ? നല്ല സുഖം. എന്നാ പോയി വന്നപ്പോഴേക്കും ദേ വീണ്ടും സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയിട്ടുണ്ട്. എന്താണ് സോഷ്യൽ മീഡിയയിൽ? വെറുതെ നമ്മള് കുത്തുക സാറേ. നമ്മൾ ഇനി ആരെങ്കിലും മരിച്ചാലാണ് റെയ്ഡിന് ഇറങ്ങുള്ളൂന്ന്. ഫോണൊന്നും നോക്കുകയേ ചെയ്യണ്ട, സോഷ്യൽ മീഡിയ ഒട്ടും നോക്കരുത്. എന്റെ സാറേ, അവരുടെ പരാതി എന്താണെന്നറിയാമോ? അതായത് നമ്മൾ റെയ്ഡിൽ പഴകിയ ഭക്ഷണം പിടിച്ചത് ഈ പ്രമുഖ ഹോട്ടലിൽ നിന്നാണ്, പ്രമുഖനാണ് ഇതിന്റെ ഉടമസ്ഥൻ, അങ്ങനെയൊക്കെ പറയണുള്ളൂ. ഇതാരാണ് ഇതിന്റെ ഓണറെന്നോ ഏതാണ് ഹോട്ടലെന്നോ പറയണില്ലാന്ന്. അതിനിപ്പോ നമ്മളെ മാത്രം കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പീഡിപ്പിച്ച പ്രമുഖൻ, അതുപോലെ അഴിമതിയിൽപ്പെട്ട പ്രമുഖൻ എന്നൊക്കെ തന്നെയല്ലേ ഇവരെല്ലാവരും ന്യൂസ് കൊടുക്കുന്നത്. പ്രമുഖൻ ആരാന്ന് കണ്ടുപിടിക്കേണ്ട നമ്മുടെ പണിയല്ല, അത് ചാനലുകാരെ പണിയാ, അവര് കണ്ടുപിടിക്കട്ടെ. സാറേ, ഫുഡ് സേഫ്റ്റി ഓഫീസല്ലേ? അതെ. ആ, ഒരു പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി വന്നേ. എന്താണ്? എന്റെ പേര് മൊയ്തു എന്നാണ്. ഓ, ഞാൻ കുവൈത്തിലെ 2 മാസം മുമ്പ് ഞാൻ അവിടെ ലീവിന് വന്നപ്പോഴേ എന്റെ കുടുംബത്തിനെയും കൂട്ടിയിട്ട് ഇവിടുത്തെ സാമാന്യം ഭേദപ്പെട്ട ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയി. ആ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ എന്റെ ഭാര്യയും മക്കളും 4 ദിവസം ഐസിയുയിൽ കിടന്നു. ഓ, അത് നിങ്ങളാണല്ലേ? ആ, അത് നമ്മളാ. അതിന്റെ പേരിൽ നിങ്ങൾ എന്താ ആക്ഷൻ എടുത്തിനോ? ആ ഹോട്ടലിന്റെ പേരിൽ എടുത്തല്ലോ, ആക്ഷൻ എടുത്തല്ലോ. അത് പൂട്ടിയല്ലോ. ആ പൂട്ടിപ്പോ 2 മാസം കഴിഞ്ഞപ്പോ ആ ഹോട്ടൽ വീണ്ടും തുറന്നിക്കണം. പേര് മാറ്റിയിട്ട് ആ ഹോട്ടൽ വീണ്ടും തുറക്കണം. ആ, എങ്ങനെയാ തുറക്കല്? പുതിയ കട തുടങ്ങിയിട്ടുണ്ടാവും. പുതിയ കടയല്ലെന്ന്, പഴയ കട തന്നെ. ആ ഓണർ എനിക്കറിയാം. അതെങ്ങനെ തുടങ്ങും സാറേ? അയാള് പിഴ അടച്ചതല്ലേ? പിഴ അടച്ചു. ഓ, പിഴ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തു ആവാലോ അല്ലേ? പിന്നെ എന്താവാന്നല്ല, അതേ ഹോട്ടൽ അല്ലല്ലോ കണ്ടിന്യൂ ചെയ്യുന്നത്. പുതിയൊരു ഹോട്ടൽ തുടങ്ങാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അല്ല, പുതിയ ഹോട്ടൽ തുടങ്ങണ്ട, ഇപ്പോഴും അതേ സമ്പ്രദായം അവിടെ തുടങ്ങണേ. അത് നോക്കിക്കണോ? അല്ല, അത് ഞങ്ങൾ അടുത്ത റേഡിൽ പോയി നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവിടെ എഴുതി കൊടുക്കുക. എനിക്ക് പരാതി ഒന്നുമില്ല സാറേ, ഇതിന്റെ പ്രതിഷേധമാണ്. 4 ദിവസമാണ് എന്റെ ഭാര്യ മക്കൾ ഐസി കിടന്നത്. ഒരു 500 രൂപ പക്ഷണം കഴിച്ചാലാണ് 30,000 രൂപ 32,000 രൂപ ഞാൻ ചെലവാക്കിയത്. നിങ്ങൾ ഇവിടെ വെറുതെ ഓഫീസിനകത്ത് വന്ന് ബഹളം ഉണ്ടാക്കാൻ നിൽക്കരുതെന്ന്. ഇതിപ്പോ നിങ്ങളെ കുടുംബത്തിലാണ് നടന്നത്, നിങ്ങൾക്ക് അതിന് കണ്ണം മനസ്സിലാവില്ലേ? ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് ചെയ്യണത്. എന്ത് ഡ്യൂട്ടിയാണ് ചെയ്യേണ്ടത്? എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ അവിടെ ഓടിച്ചെന്നിട്ട് കാര്യമില്ല, അതിന് മുമ്പേ ചെന്ന് പ്രതികരിക്കണം നിങ്ങൾ അവിടെ. ഇത് നമ്മുടെ നാട്ടിലെ മാത്രമേ നടക്കുള്ളൂ അല്ലേ? വല്ല വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഫുഡ് പോയ്സൺ ആയിട്ട് ആൾ കിടന്നു നിങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ? അവിടുത്തെ നിയമം അതാണ്. അപ്പൊ ഇവിടുത്തെ നിയമം എന്താണ് സാറേ? എന്തെങ്കിലും തെറ്റ് ചെയ്തോ ഒരു ഫൈൻ അടച്ചു കഴിഞ്ഞാലോ ഒരു രക്ഷപ്പെട്ട്, ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാലോ അത് ആ കുടുംബത്തിന് പോയി. അതാണ് ഇവിടുത്തെ നിയമം. ആണോ? ഹലോ, നിങ്ങൾ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞാൽ പ്രതിഷേധം അറിയിക്കുന്നത് നിങ്ങൾ പൊക്കോ. അതെന്തറിയോ, നിങ്ങൾക്കൊന്നും വലിയ കണ്ണുണ്ടാവില്ല. നിങ്ങൾക്കുള്ളതൊക്കെ ഹോട്ടലുകാർ ഇങ്ങോട്ട് കൊണ്ടുതരുന്നുണ്ടല്ലോ. നിങ്ങൾ അനാവശ്യം പറയുന്നത്. അനാവശ്യമൊന്നുമല്ല പറയണത്, ഇതൊക്കെ ഇവിടെ പലർക്കും അറിയാം. ഇവിടെ ഹോട്ടലിൽ ഭക്ഷണം കൊണ്ടുവരുന്നത് നിങ്ങൾ കണ്ടോ? ഇല്ലല്ലോ. നിങ്ങളുടെ വീട്ടിലൊക്കെ കല്യാണം വീട്ടിൽ കൂടുതലൊക്കെ വരുമ്പോ ഇതൊക്കെ സാധാരണയാണ്. അപ്പൊ നിങ്ങൾക്കൊന്നും അങ്ങനെ വലിയ നല്ല അന്തസ്സായിട്ട് തന്നെയാണ് കാര്യങ്ങൾ നടത്തുന്നത്. ഞങ്ങൾക്ക് നല്ല ശമ്പളം കിട്ടുന്നുണ്ട്, അതിനുള്ള ജോലി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ശമ്പളം കിട്ടുന്നതിനനുസരിച്ചുള്ള ജോലി എടുക്കണം. അത് പഠിപ്പിക്കല്ല. ഇത് നിങ്ങളുടെ കുടുംബത്തിലെ വന്നെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുള്ളൂ. ഹലോ ഹലോ, പൂച്ചയോ? ഓ, ശരി ശരി. ആ, ഓക്കെ. എന്ത് സാറേ? അതെ, മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ള മത്സ്യം കഴിച്ചിട്ട് 3 വളർത്തുപൂച്ചകൾ ചത്തുന്നു. അയ്യോ, അല്ല മനുഷ്യർക്ക് എന്തെങ്കിലും? മനുഷ്യർക്ക് ഇപ്പൊ ഒന്നും പറ്റിയിട്ടില്ല, മീൻകറി അടുപ്പത്ത് കിടന്ന് തിളക്കിയാണെന്ന്.